ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ സമയമാണല്ലോ. മുൻകാലങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ എൻ്റെ നാട് കൂടിയായ വള്ളികുന്നത്ത് ഇത്തവണ വേൾഡ് കപ്പിന് അതിമനോഹരമായ ഉത്സവമാണ്. വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് മുക്കിന് ഓരോ ടീമിൻ്റെയും ഫ്ലെക്സും കട്ടൗട്ടറും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എൻ്റെ നാട് കൂടിയായ വള്ളികുന്നത്ത്. ഈ ഒരു അർജൻറ്റീനയുടെ ഫ്ലെക്സ് കണ്ടോ? ഇത് വള്ളികുന്നം പഠനവട്ടം എലവുമൂടി ജംഗ്ഷനിലെ അർജൻറ്റീന ഫാൻസുകാർ സ്ഥാപിച്ച വലിയ കട്ടൗട്ടും ഫ്ലെക്സുമാണ്. ഏകദേശം 55-60 അടിക്ക് ഉയരമുള്ള മെസ്സിയുടെ വലിയൊരു കട്ടൗട്ടറും അതിനൊക്കെ തന്നെ ഒരു ഫ്ലെക്സും ഒരു 40 അടി നീളത്തിൽ വെച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സുമാണ് ഇവിടുത്തെ അർജൻറ്റീന ഫാൻസുകാർ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിന് തൊട്ടടുത്ത് തന്നെ ബ്രസീലിൻ്റെ ഫ്ലെക്സ് ബ്രസീൽ ഫാൻസുകാരും വെച്ചിട്ടുണ്ട്. എല്ലാ വർഷം ഉണ്ടായിരുന്നതിനെക്കാട്ടിലും വ്യത്യസ്തമായി, കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിലൊക്കെ വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം എൻ്റെ നാട് കൂടിയായ വള്ളികുന്നത്ത് പല ഭാഗങ്ങളിലും ഇതുപോലെ റൊണാൾഡോയും മെസ്സിയും നെയ്മറും എല്ലാം ഫ്ലെക്സായിട്ടും കട്ടൗട്ടറായിട്ടും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്ത കാഷ്യൂ ഫാക്ടറിയാണ്. അതിനു മുമ്പിൽ ഇവിടുത്തെ ബ്രസീൽ ഫാൻസ് സ്ഥാപിച്ച അവരുടെ ഫ്ലെക്സാണ്. ബ്രസീൽ ടീമിൻ്റെ അംഗങ്ങളും അവരുടെ കോച്ചിൻ്റെ വരെ ഉൾപ്പെടെ ഫോട്ടോ പതിപ്പിച്ച ഫ്ലെക്സാണ് ഇവിടെ അവർ സ്ഥാപിച്ചിരിക്കുന്നത്. മത്സരങ്ങൾ മൈതാനത്ത് നടക്കുന്നത് പോലെ തന്നെ ഇതുപോലെ നാട്ടിൻ പ്രദേശത്തും ഓരോരോ ഫാൻസ് ക്ലബ്ബുകൾ മത്സരിച്ച് ഫ്ലെക്സ് വെക്കുന്നതാണ്. മുൻകാലങ്ങളിൽ ഇല്ലാത്ത രീതിയിലാണ് ഇത്തവണ എൻ്റെ നാട് കൂടിയായ വള്ളികുന്നത്ത് ഫ്ലെക്സും കട്ടൗട്ടും നിറഞ്ഞിരിക്കുന്നത്. ഇത് റൊണാൾഡോയുടെയും നെയ്മറിൻ്റെയും കുഞ്ഞ് 2 ഫ്ലെക്സ് വള്ളികുന്നം പുത്തനന്ത ജംഗ്ഷന് വടക്കാട്ട് സ്ഥാപിച്ചിരിക്കുകയാണ്. ഇത് അമൃത ജംഗ്ഷനിൽ സ്ഥാപിച്ച റൊണാൾഡോ ടീമിൻ്റെ പോർച്ചുഗലിൻ്റെയും അർജൻറ്റീനയുടെയും ഫ്ലെക്സാണ്. അത് ഇവിടുത്തെ ഈ 2 ടീമിൻ്റെ ആരാധകർ ഇവിടെ സ്ഥാപിച്ചാണ്. ഇത് വള്ളികുന്നം അമൃത ക്ലബ്ബ് കൊണ്ടോടുമുകളിൽ അമൃത ജംഗ്ഷനാണ്. അവിടെ സ്ഥാപിച്ച ഫ്ലെക്സുകളാണ് 2 ടീമിൻ്റെയും ഫ്ലെക്സുകളാണ്. ഈ ഒരു ഫ്ലെക്സ് എന്ന് പറയുന്നത് കൊണ്ടോടുമുകളിൽ ഐക്യ സമിതിയിൽ സ്ഥാപിച്ച ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെയും ഫ്ലെക്സാണ്. പോർച്ചുഗലിൻ്റെ ഫ്ലെക്സ് സാമാന്യം ചെറുതാണെങ്കിലും അതിനെക്കാട്ടി വലുതാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബ്രസീലിൻ്റെ ഫ്ലെക്സ്. മുൻ വർഷങ്ങളിൽ വേൾഡ് കപ്പ് സമയങ്ങളിലും ഇവിടെ ബ്രസീലിൻ്റെ ഇതുപോലുള്ള വലിയ ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതിന് ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ അതിനേക്കാട്ട് കുറച്ചുകൂടെ ഏകദേശം ഒരു 45 അടി നീളം ഉള്ള ഒരു ഫ്ലെക്സ് തന്നെയാണ് അവർ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് വള്ളികുന്നം കാഞ്ഞിരത്തുമൂട് ജംഗ്ഷനാണ്. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു 40 അടി പൊക്കത്തിൽ അർജൻറ്റീനയുടെ ഒരു പടുകൂറ്റൻ ഫ്ലെക്സാണ് അർജൻറ്റീന ഫാൻസ് വള്ളികുന്നം കാഞ്ഞിരത്തുമൂട് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് വള്ളികുന്നം അമൃത HSSൻ്റെ മുന്നിലെ അർജൻറ്റീന ഫാൻസ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഏകദേശം ഒരു 25 അടി നീളമുള്ള ഒരു ഫ്ലെക്സാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു 65 അടിയോളം പൊക്കമുള്ള ഒരു വലിയ പടുകൂറ്റൻ കട്ടൗട്ടർ, ജേഴ്സി പൊക്കി കാണിക്കുന്ന ഒരു വെറൈറ്റി കട്ടൗട്ടർ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തൊട്ടടുത്ത് മലമേൽ ചന്തയിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ്. പോർച്ചുഗൽ ഫാൻസ് സ്ഥാപിച്ചതാണ്. ഇതിന് തൊട്ടുപുറയിൽ കാണുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ പഴയ മാർക്കറ്റാണ്. ഇപ്പോൾ അതെല്ലാം കാലഹരണപ്പെട്ടു പോയി. അവിടെയാണ് ഇപ്പോൾ ഈ ഒരു റൊണാൾഡോയുടെ ഈ ഒരു പടുകൂറ്റൻ ഫ്ലെക്സ് ഈ പോർച്ചുഗൽ ഫാൻസ് വള്ളികുന്നം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. മുൻ വേൾഡ് കപ്പ് സമയം ഇവിടെ ഒരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇത്രത്തോളം വലുതല്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യമാണ് ഇത്രത്തോളം വലിയ ഫ്ലെക്സ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ചൂനാട് ജംഗ്ഷനിൽ സ്ഥാപിച്ച പോർച്ചുഗൽ ഫാൻസ് സ്ഥാപിച്ച റൊണാൾഡോയുടെ ഫ്ലെക്സും ടീമിൻ്റെ ഫ്ലെക്സുമാണ്. ചൂനാട് ജംഗ്ഷനിൽ, അതായത് വള്ളികുന്നത്തിൻ്റെ ചൂനാട് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സും കട്ടൗട്ടറുമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് വള്ളികുന്നത്തെ ഒരു പുഞ്ചയാണ്. പുത്തുചന്തയും പള്ളിക്കതറ മുക്കിനെയും ബന്ധിപ്പിക്കുന്ന പുഞ്ചയ്ക്ക് നടുക്കുള്ളൊരു ബണ്ടാണ്. ആ ബണ്ടിൻ്റെ സൈഡിൽ സ്ഥാപിച്ച ഫ്ലെക്സാണ്. അർജൻറ്റീന, ബ്രസീൽ, പോർച്ചുഗൽ ഒപ്പം ഫ്രാൻസിൻ്റെയും കൂടെ 4 ടീമിൻ്റെയും ഒരുമിച്ചൊരു ഫ്ലെക്സാണ് ഈ ഒരു പുഞ്ചയിൽ സ്ഥാപിച്ചത്. അപ്പോൾ എൻ്റെ നാട്ടിലെ വേൾഡ് കപ്പിൻ്റെ ആവേശങ്ങൾ ഇതൊക്കെയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും